നമസ്കാരം. നമ്മളിന്ന് സൊഹാറിലേക്കുള്ള യാത്രയിലാണ് കേട്ടോ. നല്ല ട്രാഫിക് ഉണ്ട്. സമയം 4:25 വണ്ടി നീങ്ങണില്ല. സൊഹാറിലെ ഡാൻസ് ഉത്സവ് 2026 സീസൺ 4 നടക്കുന്നുണ്ട് കേട്ടോ, ഈ നവചേതനയുടെ നേതൃത്വത്തില്. അപ്പോൾ അതില് നമ്മുടെ ഞോനിയും അച്ചുവും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. അവിടെ അച്ചുവേടെ നല്ല ഉറക്കായി. എസ് സി ഞോഞ്ഞി അവിടെ ഇരിക്കുന്നുണ്ട്. എസ് സി പങ്കെടുക്കണില്ല. എന്താ സീതാ പങ്കെടുക്കാത്ത? കാരണം എസ് സിക്ക് പങ്കെടുക്കണ്ട. ഓക്കെ, അത് കാരണം എസ് സിനെ പങ്കെടുപ്പിക്കണില്ല. എസ് സി വേണ്ടാന്ന് പറഞ്ഞു. പരിപാടി നാളെയാണ്. നാളെ ഓഡീഷനാണ് അവരുടെ. അത് കഴിഞ്ഞിട്ട് ഓഡീഷനാണ് നമ്മള് പോണത്. അത് കഴിഞ്ഞിട്ട് അതിന്റെ ഫൈനല് വരുന്നത് മെയ് 8 അല്ലേ? 8 അപ്പോൾ നമ്മൾ വിചാരിച്ചു സൊഹാർ വരെ നമ്മുടെ വീട്ടിന്റെ അവിടെ റൂവിന്ന് ഓടിയെത്താൻ 2.5 മണിക്കൂർ വേണം. അപ്പോൾ നാളെ രാവിലെ 9 മണിക്കാണ് അവിടെ പരിപാടി. അപ്പോൾ നാളെ രാവിലെ പോണേക്കാളും നല്ലത് ഇപ്പൊ തന്നെ അവിടെ ഇറങ്ങല്ലേ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ വൈകുന്നേരം തന്നെ ഇറങ്ങിയത്. 2.5 മണിക്കൂർ യാത്ര ഉണ്ട് നമുക്ക്. പക്ഷെ ഒരു 3-3.5 മണിക്കൂർ എടുക്കുന്നു തോന്നുന്നു ഈ ട്രാഫിക് ആണെങ്കിൽ. എന്താണെങ്കിലും നമ്മൾ യാത്ര തുടങ്ങിയിട്ട് ഇപ്പൊ ഒരു അരമണിക്കൂറായി. 3:45 വീട്ടിൽ നിന്ന് ഇറങ്ങി. 3:30 കഴിഞ്ഞു വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പം. ഇപ്പൊ 4:30 നമ്മളങ്ങനെ ഇതാ പിടച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാ പോണ വഴിക്ക് നമുക്ക് ചെറുതായിട്ട് മഴ തൂളുണ്ട് കേട്ടോ. കണ്ടില്ലേ? കാറിന്റെ വിൻഷീൽഡിലേക്ക് നോക്കിയേ, ഷൂ പോലെ കുറേശ്ശെ ഇങ്ങനെ മഴ തൂളിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതാ ഇപ്പം റോഡിലെ തിരക്കൊന്ന് കുറഞ്ഞിട്ടുണ്ട്. അത്യാവശ്യം സ്പീഡിൽ നമുക്ക് പോകാൻ പറ്റുന്നുണ്ട്. സന്ധ്യ ആയിട്ടോ, വെയിലൊക്കെ ഒന്ന് താഴ്ന്നു. സമയം ഇതാ 6 മണിയായി. നമുക്കിനി കഷ്ടി ഒരു അരമണിക്കൂറും കൂടി ഉണ്ട് യാത്ര. അച്ചുറക്കൊക്കെ ഉണർന്ന് ഇതാ ഇരിപ്പായുണ്ട്. ഞോഞ്ഞി നല്ല ഉറക്ക. ഞോഞ്ഞി അവിടെ ഒരു ടെന്റൊക്കെ ഉണ്ടാക്കിയിട്ട് ഭയങ്കര ഉറക്കാണ്. അച്ചു എന്റെ വഴിക്ക് തന്നെ എന്താ പറയാ, അധ്വാനം തുടങ്ങി, ജോലി തുടങ്ങി, തീറ്റ ആ മുഖത്തൊക്കെ ഇരിക്കണു. എന്താ പറയാ, ഈ പോണ വഴിക്കാണെങ്കിൽ ഒന്നുമില്ല കേട്ടോ, വിജനാണ്. പ്രത്യേകിച്ച് കാണിക്കാനോ ഇതിനൊന്നും ഒന്നുമില്ല. ഇടയ്ക്ക് ഓരോ 10-50 കിലോമീറ്റർ കൂടുമ്പോ ഒരു പെട്രോൾ പമ്പ് കാണാം. നമ്മള് ഇപ്പൊ സൊഹാറിലേക്ക് പോണത് സുൽത്താൻ കാബൂസ് ഹൈവേയിൽ കൂടെ അല്ല കേട്ടോ, നമ്മളെ എക്സ്പ്രസ് ഹൈവേയിൽ കൂടെയാണ് പോണത്. അതുകൊണ്ടാണ് 2 സൈഡിലൊന്നും ഒന്നുമില്ലാത്തത്. വേറെ ഈ മലയും കുന്നുകളും മാത്രമായിട്ടുള്ളത്. കാരണം ഈ വഴിയാണെങ്കിൽ സന്ധ്യാസമയമല്ലേ, തിരക്കുണ്ടാവില്ല. അങ്ങനെ ഒരു ദീർഘമായ യാത്രയ്ക്ക് ശേഷം സമയം ഇപ്പോൾ 6:35 ആയിട്ടാ. അതായത് കഷ്ടി ഒരു 2.5 മണിക്കൂറാ. 2.25 മണിക്കൂർ. 2.25 മണിക്കൂറില് നമ്മളിതാ സൊഹാറിലെത്തിയിരിക്കണതാ. എനിക്ക് തോന്നുന്നു അത് അവിടെ പരിപാടിയാണ് തോന്നുന്നത്. സൗത്ത് ഭവാൻസ് പാം ഗാർഡൻ. അവിടെയാണ് ഞങ്ങളുടെ നാളത്തെ ഡാൻസ് ഓഡീഷൻ വരുന്നത്. അച്ചുവിന്റെ എല്ലാവരും ഉറക്കൊക്കെ ഉണർന്നു. നമ്മളിത് അതിന്റെ അടുത്ത് തന്നെ ഒരു ഹോട്ടലുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ അവിടെ താമസിക്കാന്ന് വിചാരിച്ചു. ഇതിന്റെ തൊട്ടടുത്ത് തന്നെ അതൊരു 1 മിനിറ്റേ ഉള്ളൂ. ഈ മെർക്യൂറിലാണ് നമ്മൾ ഇന്ന് രാത്രി ചെലവിടാൻ പോകുന്നത്. നല്ല അഭിപ്രായക്കാരുള്ള ഒരു നല്ല റേറ്റിംഗ് ഒക്കെ ഉള്ളൊരു ഹോട്ടലാണ് സൊഹാറിലെ. പിന്നെ നമ്മൾക്ക് ഇതിന്റെ നമ്മുടെ വെന്യൂവിന്റെ തൊട്ടടുത്തുമാണല്ലോ. അങ്ങനെ വണ്ടിയിൽ നിന്ന് ഇറങ്ങി നടു നിർത്തിയിട്ടാ. ഒരൊറ്റപ്പെടുത്തായിരുന്നു. നമ്മളെവിടെയും നിർത്തിയിട്ടില്ല, നേരെ അവിടെ വന്നിരിക്കായിരുന്നു. ഇതാ ഈ ഒരു ചെറിയൊരു പെട്ടിയായിട്ടാണ് നമ്മളൊന്ന് വന്നിരിക്കണേ. നാളെ ഉച്ചയാകുമ്പോഴേക്കും നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങണം. അപ്പോൾ നമ്മൾ ഉള്ളിലേക്ക് കിടക്കട്ടെ, ചെക്കിങ് ഒക്കെ കഴിഞ്ഞിട്ട് വരാൻ. ഇതാട്ടോ റിസപ്ഷൻ്റെ ഒരു ലുക്ക്. നല്ല അടിപൊളി ഒരു റിസപ്ഷനും കാര്യങ്ങളൊക്കെയാണ്. ഇവിടെ നമ്മൾ ചെക്കിൻ കഴിഞ്ഞു. അത് കഴിഞ്ഞതാ ഇവിടെ ഒരു ലോബി പോലെ ഒരു ഏരിയ ഉണ്ട്, കണ്ടില്ലേ? എന്താ ക്ഷീണൊക്കെ മാറിയാ? ഇല്ലേ അതെന്താ? എന്നാ റൂമിൽ പോവാം. ബാ, ഓൾ സെറ്റ്. 3rd ഫ്ലോർ. അതെ, കാർഡ് ടച്ച് ചെയ്യോളെ. യെസ്, 3.
310 എവിടെ? അതവിടെയാണ്. എസി ഇവിടെ എവിടേക്ക് തന്നെ പോണേ? ഇതല്ലേ 310. അപ്പോൾ ഇതാണ് നമ്മുടെ റൂം. എസി ഐശ്വര്യമായ ഉള്ളിലേക്ക് കയറുകയാണ്. ഉൾഭാഗം ഒന്ന് ഓടിച്ച് കാണിച്ചു തരാം. നേരെ കയറി വന്നാൽ ഇതാണ് നമ്മുടെ റൂം. നല്ല അടിപൊളി കാർപ്പറ്റാട്ടോ എല്ലായിടത്തും. ഹോട്ടല് ഫുള്ള് കാർപ്പറ്റാണ്. റൂം അതേപോലെ കാർപ്പറ്റാണ്. ഇതിന്റെ ഉള്ളിലേക്ക് കയറിയാൽ ഇവിടെ ഒരു ഡോറുണ്ട്. ഇത് ഇന്റർ കണക്റ്റഡിന്റെ റൂമാണ്. അപ്പുറത്തെ റൂമുണ്ട്, നമുക്ക് ആക്സസ് ഇല്ല അങ്ങോട്ട് അല്ലേ. ഇത് പറഞ്ഞാൽ ഇങ്ങനെയാണ്. കയറിയ വഴിക്ക് വലിയൊരു മിററും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞാൽ നേരെ ഉള്ളിൽ പോവുകയാണെങ്കിൽ ഇതാ അവിടെ ഓരോ ടേബിളുകൾ വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിലൊക്കെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, ഓരോ ഷെൽഫുകളാണ് ഉണ്ടല്ലേ. അവിടെ ഷെൽഫ്, ഇവിടെ ഷെൽഫ്. അത് കഴിഞ്ഞതാ ഇവിടെയാണ് ടി എമ്യൂണിറ്റീസ് വെച്ചിരിക്കുന്നത്. പിന്നെ ഇവിടെ നമ്മുടെ ഒരു മിനി ഫ്രിഡ്ജ് ഉണ്ട്. അത് കഴിഞ്ഞൊരു ചെറിയൊരു TV. ഇവിടെ ഒരു വർക്ക് ഡെസ്ക് ഉണ്ട്, അതിൻ്റെ ചെയറുണ്ട്. പിന്നെ അത് അവിടെ ഒരു സോഫ, പിന്നെ ഒരു ചെറിയൊരു ടേബിള്. അത് കഴിഞ്ഞ് ഇതാണ് നമ്മുടെ ബെഡ് ഉണ്ടല്ലേ. എനിക്ക് തോന്നുന്നു എല്ലാവരും കൂടി കയറുന്നു. അതല്ലെങ്കിൽ നമ്മൾ ആരാ സോഫയിൽ കിടക്കാൻ റെഡി? എസി സോഫയിൽ കിടക്കാൻ ബുക്ക് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞതാ ഇവിടെ നമുക്കൊരു ലഗേജ് സ്റ്റാൻഡ് ഉണ്ട്. അത് കഴിഞ്ഞതാ അവിടെ ഒരു എന്താ പറയാ ഷെൽഫുണ്ട്. അവിടെ അയൺ ബോക്സും അയണിങ് സ്റ്റാൻഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു ലോക്കർ ഉണ്ട്. ഇവിടെ 2 സൈഡ് ടേബിളും ഉണ്ട്. എന്താ അത് ചാർജറുണ്ട്, വയർലെസ് ചാർജറാ. ഒരു വയർലെസ് ചാർജറൊക്കെ ഉണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് ഇനി നമ്മൾ ബാത്റൂം കൂടി കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ ബാത്റൂം കണ്ടില്ലേ. ഒരു ചെറിയ ബാത്റൂം. WC ഇവിടെ ഉണ്ട്. ഇവിടെ ഒരു വാഷ് ബേസിൻ, വലിയൊരു മിറർ, ഡ്രയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ടവല്, ബാത്ത് ഏരിയ സെപ്പറേറ്റ് ആണ് ഉണ്ടല്ലേ. ഇവിടെ ഷവറും കാര്യങ്ങളൊക്കെ, ടോയ്ലറ്റ് അമ്യൂണിറ്റീസ് കംപ്ലീറ്റ് ഇവിടെ ഉണ്ട്. അപ്പൊ ഇതാണ് ബാത്റൂം. ഒരു ചെറിയൊരു ബാത്റൂമും ചെറിയ റൂമും അല്ലേ. റൂം ചെറിയ റൂമാണ്. അതെ, റൂമില് ലൈറ്റ് വളരെ കുറവാന്നുള്ളത് നഗ്നമായ ഒരു സത്യമാണ് കേട്ടോ. പിന്നെ നമ്മുടെ റൂമിൽ നിന്നുള്ള വ്യൂ എന്ന് പറഞ്ഞാൽ എന്താ ഉണ്ടല്ലേ, മെയിൻ റോഡിലേക്കാണ് വ്യൂ. നമ്മൾ ഒട്ടും സമയം കളഞ്ഞില്ല കേട്ടാ. റൂമിൽ പോയി ഡ്രസ്സ് പോലും മാറാൻ നിന്നില്ല. 2 മിനിറ്റ് അവിടെ ഇരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ നേരെ ഭക്ഷണം കഴിക്കാൻ വന്നു. സമയമാണെങ്കിൽ 7:55 8 മണിയായി. അപ്പം നമ്മൾ വിചാരിച്ചു ഡിന്നർ അടിക്കാം ആദ്യം എന്ന് വിചാരിച്ചു. കണ്ടില്ലേ, നമുക്ക് ബുഫയാണ്. ഇവിടെ കുറേ പേസ്ട്രിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞ് ഇവിടെ സൂപ്പുണ്ട്, മഷ്റൂം സൂപ്പാണ്. അത് കഴിഞ്ഞ് ഓണിയൻ റൈസ് ഉണ്ട്. അത് കഴിഞ്ഞ് ഇവിടെ റോസ്റ്റഡ് ചിക്കൻ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഗ്രിൽ ഫിഷ് വിത്ത് ലെമൺ കോറിയൻഡർ ഉണ്ട്. അത് കഴിഞ്ഞ് പിന്നെ സ്പഗാട്ടി അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ മാഷ് പൊട്ടാറ്റോ, പിന്നെ സാമ്പാർ. ഇത് സാമ്പാറല്ല, പരിപ്പ്, വൈറ്റ് റൈസ്, പിന്നെ കുറേ സാലഡും കാര്യങ്ങളൊക്കെ ഉണ്ട് കണ്ടില്ലേ. അപ്പം ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഡിന്നർ. പിന്നെ ഞാൻ ഇവിടെ ആദ്യം കാണിച്ചല്ലോ, കുറച്ച് മധുരങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. കേക്ക്, കട്ട് ഫ്രൂട്ട്സ് കാര്യങ്ങളൊക്കെ അടിപൊളി. അപ്പം എല്ലാവരും കുറേശ്ശെ ഓരോന്ന് എടുത്ത് ഇതവിടെ വന്നിരുന്നുണ്ട്. എല്ലാവരും ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നല്ല വിശപ്പുണ്ട് അല്ലേ? നല്ല ഭക്ഷണമല്ല, നല്ല വിശപ്പുണ്ട് എല്ലാവർക്കും. ഉച്ചയ്ക്ക് 1 മണിക്ക് കഴിച്ച സമയം 8 മണിയായി. എന്താണെങ്കിലും ഇനി ഇതൊക്കെ ഒരു സൈഡാക്കിയിട്ട് വരാം. ഓക്കെ എസ്തർല. ഇന്നലെ രാത്രി നമ്മള് ഭക്ഷണമൊക്കെ കഴിച്ചു വന്നിട്ട് വീഡിയോ എടുക്കാൻ മറന്നു കേട്ടോ. നല്ല ഭക്ഷണം കഴിച്ചു കഴിഞ്ഞു. അത് കഴിഞ്ഞ് നമ്മൾ ഇന്ന് പരിപാടി നടക്കണോടത്തേക്ക് പോയി. ജസ്റ്റ് എന്താ പറയാ, ആ ഹോളൊക്കെ ഒന്ന് കണ്ടു, തിരിച്ചു വന്നു. അത് കഴിഞ്ഞ് കിടന്നുറങ്ങി. 9:30 ആകുമ്പോഴേക്കും നമ്മൾ കിടന്നുറങ്ങി. അത് കഴിഞ്ഞതാ രാവിലെ എഴുന്നേറ്റു. സമയം 7 മണിയായിട്ടോ. നേരെ ഭക്ഷണം കഴിക്കാൻ പോവാണ്. നമ്മുടെ റിപ്പോർട്ടിംഗ് ടൈം 9:30 അല്ലേ? 9:30 അപ്പോൾ 7 മണി തൊട്ട് ഇപ്പൊ ഭക്ഷണം കഴിക്കാൻ പോയ ഒരു 1 മണിക്കൂറിനുള്ളിൽ ഭക്ഷണം കഴിച്ചു വരാന്ന് വിചാരിക്കണം. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റും ബുഫേ തന്നെയാണ്. അത്യാവശ്യം ഒരുപാട് സാധനങ്ങളുണ്ട് ബ്രേക്ക്ഫാസ്റ്റിന്. അതുപോലെ കഴിഞ്ഞിട്ട് ഇവിടെ ലൈവ് ഓംലേറ്റ് സ്റ്റേഷൻ ഉണ്ട്. ഞാൻ വിശദമായി ഒന്നും കാണിക്കണില്ല ഉണ്ടല്ലേ. അത്യാവശ്യം നല്ല ഭക്ഷണം തന്നെയാണ്. ഇവിടെ ജ്യൂസ് ഉണ്ട്, ഇവിടെ കോഫി ഉണ്ട്. എല്ലാവരും ഇട്ടിരുന്ന് കഴിപ്പ് തുടങ്ങിയിട്ടുണ്ട്. നല്ല അടിപൊളി
റെസ്റ്റോറൻ്റ് ആട്ടോ അവരുടെ, നല്ല വൃത്തിയുള്ള അടിപൊളി റെസ്റ്റോറൻറ്റ്. പുറത്ത് സ്വിമ്മിംഗ് പൂളിൻ്റെ വ്യൂ ഒക്കെ കണ്ട് എല്ലാവരും എന്തായിരുന്നു ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കണു. എന്തൊക്കെയാണുള്ളത്? ആ, മുട്ട എടുത്തു, ഇടിയപ്പം വരണ്ട് കേട്ടോ. എവിടെ പോയാലും ഒരു മലയാളീനെ വിടില്ല. അങ്ങനെ എല്ലാവരും ഇവിടെ ഇരുന്ന് നല്ലൊരു പിടുത്തൊക്കെ പിടിച്ചു. എല്ലാവർക്കും ഇനി പിടുത്തത്തിൻ്റെ ക്ഷീണം. അച്ഛേ, എനർജി വരണ്ട ഇന്നത്തെ ഡാൻസില്, മനസ്സിലായ? ഡാൻസ് ചെയ്യില്ലേ? ഫുൾ സെറ്റ് എനർജി ഉണ്ടാക്കിയ എന്താ തിന്ന? ഒരു ഓറഞ്ച്. ആ, പാൻ കേക്ക് എന്താ കഴിച്ചു? ഒരു പകുതിയില്ല, ഒരു ഓറഞ്ച്. പിന്നെ മുട്ട. ആ, മുട്ടയാ? 2 വായ, ചെറിയ വായ. 2 കോഫി. ആര് കോഫി കുടിച്ചു? ഒന്നും കഴിച്ചില്ല. എന്തേലും കഴിച്ചോ കുട്ടിയെ? ഞാൻ കഴിച്ചില്ല. ഫെസ്റ്റിവലും കഴിച്ചോ? എന്ത്? സേമിയ പായസം. ആ, സേമിയ പായസം ഉണ്ടായിരുന്നു അല്ലേ? രുചിയുണ്ട്. സേമിയ പായസം വരണ്ടായിരുന്നു കേട്ടോ നമുക്ക് രാവിലെ. സേമിയ റെഡി. ആരെ? അപ്പൊ മാനി അല്ലേ? അത് ശരി. അപ്പൊ ഇതിനെ ഡ്രസ്സിന്റെ ഉള്ളിൽ വെച്ചിട്ടാ കളിക്കണ? ഒന്നും കഴിക്കാത്ത ഇല്ല. സമയായി, പോവാ. 8 മണിയായി. അങ്ങനെ നമ്മള് പോവാനെല്ലാം സെറ്റ് ആയിരിക്കാണ്. ഞോഞ്ഞിയുടെ മേക്കപ്പ് ചെയ്തു. ഓൾ സെറ്റ്. മേക്കപ്പ് മാത്രമായിട്ടാ നമ്മൾ ചെയ്തിട്ടുള്ളൂ. നമ്മള് ഡ്രസ്സ് അവിടെ പോയിട്ടല്ലേ മാറണല്ലോ. അതെ, ഇതിന്റെ മുകളിൽ കൂടെ ഒരു ഡ്രസ്സ് ഇടുക വേണ്ടോ. അത് നമ്മള് നമ്മുടെ എന്താ പറയാ വെന്യൂവിന്റെ അവിടെ പോയിട്ട് ചെയ്യാന്ന് വിചാരിച്ചു. അപ്പൊ മേക്കപ്പ് ഇതാണ്. ഓക്കെ ഞോഞ്ഞി, തകർക്കില്ലേ? ആ, നമ്മള് പരിപാടി നടക്കണ നമ്മുടെ സ്ഥലത്തേക്ക് കയറാണ്. ഇവിടെ കേട്ടോ, ഇത് സൗത്ത് ഭവാന്റെ ആണിത്, പാം ഗാർഡൻസ്. ഇത് ഒരു എന്താ പറയാ റെസിഡൻഷ്യൽ കോംപ്ലക്സ് ആണ്. അസ്സലാമു അലൈക്കും. അഹുയി ഫീ പ്രോഗ്രാം. ശുക്രാൻ. നല്ലൊരു ഏരിയ കേട്ടാ. ഒരുപാട് പലതരം അപ്പാർട്ട്മെന്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ ഒരു ഏരിയയില്. പിന്നെ കണ്ടില്ലേ, നിറച്ച് പച്ചപ്പും കാര്യങ്ങളൊക്കെയാണ് മൊത്തത്തില്. അടിപൊളി വില്ലകള് കാണാം അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ആയിട്ട്. ഇവിടെ അല്ലേ നമ്മുടെ പരിപാടി വരുന്നത്? ക്ലാസിക് വില്ല ഉണ്ടോ? ഇവിടെ അല്ലേ? ക്ലാസിക് വില്ല അല്ലേ? ക്ലാസിക് വില്ലയിലാണ് ഇന്നലെ നമ്മൾ ഇവിടെ അല്ലേ? അതെ. അപ്പൊ ക്ലാസിക്, ഞാൻ പറഞ്ഞില്ലേ ഇവിടെ പല ടൈപ്പ് വില്ലകളുണ്ട്. ഓരോന്നിനും ഓരോ ഏരിയകളാണ്. അപ്പൊ നമ്മുടെ ക്ലാസിക് വില്ലയിലുള്ള ഒരു ഓഡിറ്റോറിയത്തിലാ. അപ്പൊ നമ്മൾ അവിടെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ലേണിംഗ് ഗാർഡൻസ് ഇന്റർനാഷണൽ നഴ്സറി. ഇതൊരു നഴ്സറിയാന്ന് തോന്നുന്നു. അവര് അവിടെ ഒരു സ്റ്റേജ് സെറ്റപ്പ് ആക്കി എടുത്തിരിക്കുകയാണ്. Judges, please note, chess number JC3 on stage. ഈ കോപ്പിറൈറ്റിന്റെ പ്രശ്നമുള്ള കാരണം നമുക്ക് ഫുൾ വീഡിയോ കാണിക്കാൻ പറ്റില്ല കേട്ടോ. മ്യൂസിക്കിന് എന്തായാലും കോപ്പിറൈറ്റ് വരും. അങ്ങനെ ഞോഞ്ഞിയുടെ ഡാൻസ് ഒക്കെ കഴിഞ്ഞ് ഞോഞ്ഞി തിരിച്ചെത്തിട്ടോ. ഗംഭീര പ്രകടനമായിരുന്നു ഞോഞ്ഞിയുടെ. എങ്ങനെ ഉണ്ടായിരുന്നോ? നന്നായി കളിച്ചോ? ഞോഞ്ഞിക്ക് നിക്കാൻ സമയമല്ല, ഞോഞ്ഞി പോവാണ്. ഞോഞ്ഞിനെ നമ്മൾ ഇവിടുന്ന് പറഞ്ഞയക്കാണ്. ഞോഞ്ഞിക്ക് ഇന്ന് 5:30 ആകുമ്പോഴേക്കും മസ്കറ്റിൽ എത്തണം. അപ്പൊ അതിന് അതെ 4:30 റിപ്പോർട്ടിംഗ് ടൈമാണ്. അപ്പോ അതിന് അവിടെ എത്തണം. അപ്പം അച്ചുവിന്റെ ഡാൻസ് വരുന്നത് 1:30. അപ്പൊ ടൈം ഭയങ്കര ടൈറ്റ് ആണ്. അപ്പൊ നമ്മുടെ ഒരു ഫ്രണ്ട്സിന്റെ കൂടെ ഞോഞ്ഞിനെ കയറ്റി വിടുകയാണ്. ഞോഞ്ഞി എന്ത് പരിപാടിക്കാ പോണേ?
ടോവിനോ സ്റ്റീവൻ. അതെ, ടൊവിനോ തോമസ്, നമ്മുടെ സിനിമാ നടൻ, മലയാളികളുടെ പ്രഗത്ഭനായ നടൻ ഒമാനിലുണ്ട് കേട്ടോ. അപ്പം അതിന് ഞോഞ്ഞിയുടെ ഒരു ഡാൻസ് ഉണ്ട്. അത് ഗ്രൂപ്പ് ഡാൻസ് ആണ്. അതിന് വേണ്ടിയിട്ട് ഞോഞ്ഞി പോവാണ്. ഹാപ്പി, എല്ലാം എടുത്ത് വെച്ചില്ലേ? എക്സൈറ്റഡ്, മേക്കപ്പ് ഇങ്ങോട്ട് നോക്ക്. മേക്കപ്പ് ചെയ്തോളാം കേട്ടോ. തംസ് അപ്പ്. വേറെ ഒന്നുമില്ല. പോണിറ്റയിൽ ആൻറ്റി ഇട്ട് തന്നോളൂ. ആൻറ്റിയോട് പറയാം മേക്കപ്പ് വേണേ വാഷ് ചെയ്തിട്ട് എവിടെന്നാ വാഷ് ചെയ്യാ? ഒരു മിനിറ്റെങ്കിലും പോകുന്നത്. ആ, ഓക്കെ. ഷൂസ് സോക്സ് അതിനകത്തുണ്ട്. അപ്പൊ ഇനി നമ്മളെ ഞോഞ്ഞിനെ പറഞ്ഞേക്കട്ടെ. ഞോഞ്ഞി ബൈ. ഞോഞ്ഞിനെ നമ്മൾ പറഞ്ഞു വിട്ടു. അത് കഴിഞ്ഞ് ഇവിടെ തന്നെ ഒരു ഫുഡിന്റെ കൗണ്ടറൊക്കെ ഉണ്ട് കേട്ടോ. അവിടെ നിന്ന് നമ്മളൊരു ബിരിയാണി വാങ്ങി. ഒരു ചിക്കൻ ബിരിയാണി വെച്ച് എല്ലാവരും നിന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ അച്ചുവിൻ്റെ പരിപാടി തുടങ്ങാൻ 20 മിനിറ്റ് കൂടിയേ ഉള്ളൂ. അപ്പോൾ പുറത്ത് പോയി കഴിക്കാനുള്ള സമയമൊന്നുമില്ല. കണ്ടില്ലേ, അച്ചു വന്നോണ്ടിരിക്കണു. അച്ചു ഓൾ സെറ്റ്, തകർക്കട്ടെ നമുക്ക്. കുറച്ച് ബിരിയാണിന്ന് എനർജി ഉണ്ടാക്കിക്കോളോ. പോയിക്കോളാം. എടി നീ കൊണ്ടാക്കില്ലേ? ഓക്കെ, ഹൈ ഫൈ. Judges, please note, the next category is sub-junior cinematic solo. Number SJC1, first call. SJC1, second call. പരിപാടികളൊക്കെ കഴിഞ്ഞു. നമ്മള് സൊഹാർന്ന് കെട്ടും കൂട്ടി എത്ര മണിക്ക് ഇറങ്ങി? 1:40. 2 മണിയാകുമ്പോൾ ഇറങ്ങി. ഏകദേശം 2 മണിയാകുമ്പോഴേക്ക് ഇറങ്ങി. 2 മണിയല്ല, 1:45 ഇറങ്ങി. 1:45. അച്ഛന്റെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. അതെ, അപ്പോഴേക്ക് ഇറങ്ങി. അതിന്റെ ഇടയ്ക്ക് ഞോഞ്ഞിയുടെ റിസൾട്ട് വന്നു. നിർഭാഗ്യവശാൽ ഞോഞ്ഞിക്ക് പ്രൈസ് ഒന്നും കിട്ടിയില്ല. പ്രൈസ് അല്ല, സെലക്ഷൻ കിട്ടിയില്ല. അതെ, സെലക്ഷൻ കിട്ടിയില്ല. അത് ഓഡീഷൻ ആയിരുന്നല്ലോ. എന്നാണെങ്കിലും അടുത്ത പ്രാവശ്യം നോക്കാം. പിന്നെ അച്ചുവിന്റെ പെർഫോമൻസ് കഴിഞ്ഞു. അച്ചുവിന്റെ റിസൾട്ട് നമുക്ക് കേൾക്കാൻ പറ്റിയില്ല. കാരണം അച്ചു ഫസ്റ്റ് പാർട്ടിസിപ്പന്റ് ആയിരുന്നു. അപ്പോൾ റിസൾട്ട് വരും, നോക്കാം അച്ചുവിനെ കിട്ടില്ലേന്ന്, അച്ചു ക്വാളിഫൈ ആവുന്നില്ലേന്ന്. അതായത് എഡിറ്റിംഗ് ഒക്കെ കഴിയുമ്പോഴേക്കും അതിന്റെ റിസൾട്ട് വന്നിട്ടുണ്ടാവും. അപ്പൊ ഞാൻ വീട്ടിലിരുന്ന് അതിന്റെ റിസൾട്ട് എന്താന്ന് പറയാം. അപ്പൊ അങ്ങനെ അത് കഴിഞ്ഞതാ ഇപ്പൊ നമ്മള് തിരിച്ച് മസ്കറ്റ് എത്താറായി. സമയം 3:30 മണിയായി. പിള്ളേരൊക്കെ അവിടെ കിടന്ന് എസിയും ഞോഞ്ഞിയും അല്ല, എസി അച്ചു ഭയങ്കര ഉറക്കാട്ടോ. അപ്പം സമയം 3:30 ആയി. നമ്മുടെ ടൊവിനോയുടെ പരിപാടിയുടെ റിപ്പോർട്ടിംഗ് ടൈം 5 മണിയാണ്. അപ്പൊ നമുക്ക് ഇനി സമയമുണ്ട്, ഇഷ്ടമാതിരി സമയമുണ്ട്. നമ്മൾ ഒരു അരമണിക്കൂറിൻ്റെ ഉള്ള റൂമിലെത്തും. അപ്പൊ അതൊക്കെയാണ് നമ്മുടെ സൊഹാർ വിശേഷങ്ങൾ. ഇനി വലിച്ചു നീട്ടണില്ല. അടുത്ത വീഡിയോ മിക്കവാറും ടോവിനോനെ കാണാൻ പോണതാവും. അത് ചെയ്യുകയാണെങ്കിൽ അതായിട്ട് വരാം, അതല്ലെങ്കിൽ വേറൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ വരാം. അതുവരെ എല്ലാവർക്കും ബൈ.